ഭാരത ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ ചരിത്ര വഴികളിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് സ്ഥലങ്ങളാണ് തമിഴ്നാട്ടിലെ ചെന്നൈ നഗരത്തിലുള്ള സെൻറ് തോമസ് മൗണ്ടും മൈലാപ്പൂരിലെ സാന്തോം കത്തീഡ്രലും. സെൻറ് തോമസ് മൗണ്ടിൽ വച്ചാണ് വിശുദ്ധ തോമാശ്ലീഹ രക്തസാക്ഷിത്വം വരിച്ചത്. പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന വിശുദ്ധനെ ശത്രുക്കൾ ഒരു കുന്തം കൊണ്ട് കുത്തി വധിച്ചു എന്നാണ് വിശ്വാസം. അദ്ദേഹത്തിൻ്റെ കബറിടം സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് മൈലാപ്പൂരിലെ സാന്തോം കത്തീഡ്രൽ. സെൻറ് തോമസ് മൗണ്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദേവാലയമാണിത്. ചെന്നൈയിലെ പറങ്കിമല എന്നറിയപ്പെടുന്ന സ്ഥലത്താണ് ഈ ദേവാലയം ഉള്ളത്. 1523 പോർച്ചുഗീസ് മിഷണറിമാർ അവർ ലേഡി ഓഫ് എക്സ്പെക്റ്റേഷൻ അഥവാ പ്രതീക്ഷയുടെ നാഥ എന്ന പേരിലുള്ള ഈ ദേവാലയം സ്ഥാപിച്ചു. 16-17 നൂറ്റാണ്ടുകളിൽ ബംഗാൾ ഉൾക്കടലിലെ പോർച്ചുഗീസ് അർമേനിയൻ കപ്പലുകൾക്ക് വഴികാട്ടിയായ ലൈറ്റ് ഹൗസായി ഈ പള്ളി പ്രവർത്തിച്ചിരുന്നു. 1986 ജോൺ പോൾ II മാർപ്പാപ്പ ഈ പള്ളി സന്ദർശിച്ചിരുന്നു. പ്രധാന ദേവാലയത്തിൻ്റെ പുറകിലായി ഹോളി ലാൻഡ് അല്ലെങ്കിൽ വിശുദ്ധനാട് എന്ന സ്ഥലത്ത് കുരിശിൻ്റെ വഴിയിലെ സ്ഥലങ്ങൾ കാണാം. ഈ കുരിശിൻ്റെ വഴി എത്തിച്ചേരുന്നത് ഒരു കപ്പേളയിലാണ്. ഈ കപ്പേളയിൽ ഒരു ക്രൂശിത രൂപവും അതിനോട് ചേർന്ന് വിശുദ്ധ കുരിശിൻ്റെ തിരുശേഷിപ്പും ഉണ്ട്. ഇവിടെ നിന്ന് ദേവാലയത്തിലേക്കുള്ള വഴിയിലെ മതിലിൽ ക്രിസ്തു ശിഷ്യന്മാരുടെ തിരുസ്വരൂപങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട്. ദേവാലയം മുറ്റത്ത് വിശുദ്ധ തോമാശ്ലീഹ ക്രിസ്തുവിൻ്റെ മുമ്പിൽ എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ എന്നേറ്റു പറയുന്ന രംഗവും വിശുദ്ധ ശ്ലീഹ സുവിശേഷം പ്രസംഗിക്കുന്ന രംഗവും ചിത്രീകരിച്ചിട്ടുണ്ട്. പടികൾ കയറി മുകളിലെത്തിയാൽ വീണ്ടും വിശുദ്ധ ശ്ലീഹന്മാരുടെ ചിത്രങ്ങൾ കാണാം. വിശുദ്ധ തോമാശ്ലീഹായുടെ കാൽപാദം പതിഞ്ഞ പാറ ഇവിടെ കാണാം. വിശുദ്ധ തോമാശ്ലീഹ ബലി അർപ്പിച്ചിരുന്ന ബലിപീഠമാണ് ഈ കാണുന്നത്. താഴെ കല്ലിൽ കൊത്തിയെടുത്ത ഒരു കുരിശ് കാണാം. വിശുദ്ധ തോമാശ്ലീഹ കൈകൊണ്ട് കൊത്തിയെടുത്തതാണ് ഈ കുരിശ് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ഇതിൽ അത്ഭുതകരമായി രക്തം ഒഴിയ ചരിത്രങ്ങളുണ്ട്. 1554 മുതൽ 1784 വരെ കാലഘട്ടങ്ങളിൽ ഈ കുരിശിൽ നിന്നും രക്തം ഒഴുകിയിരുന്നതായി ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുന്നു. പ്രത്യേകിച്ചും വിശുദ്ധൻ രക്തസാക്ഷിത്വം വരിച്ച ദിവസമായ ഡിസംബർ 18. ഒരു നിത്യാരാധന ചാപ്പൽ ആണ് ഇത്. വിശുദ്ധ തോമാശ്ലീഹ താമസിച്ചിരുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്ന ഗുഹയാണിത്. തോമാശ്ലീഹയുടെ തിരുശേഷിപ്പെന്ന് വിശ്വസിക്കപ്പെടുന്ന വിരലിലെ എല്ലും വിശുദ്ധൻ കല്ലിൽ കൊത്തിയെടുത്ത കുരിശും ക്രിസ്തുവിൻ്റെ മറ്റൊരു ശിഷ്യനായി ലൂക്കോസ് വരച്ചതെന്ന് വിശ്വസിക്കപ്പെടുന്ന ഉണ്ണീശോയുടെയും മറിയത്തിൻ്റെയും ഛായാചിത്രവും ഇവിടെ സൂക്ഷിച്ചിരിക്കുന്നു.